ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ ശക്തമായ സൈബർ ആക്രമണം. ഈ സൈബർ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിനോടൊപ്പം വിഷയത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ നിലപാടും ഇപ്പോൾ വിമർശിക്കപ്പെടുകയാണ്. അത്യന്തം ഹീനവും അശ്ലീല ചുവയുള്ള കമന്റുകൾ കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീണ ജോർജിനെതിരെ നടക്കുന്ന ക്രൂരമായ സൈബർ ആക്രമണത്തെ നാടകമെന്നാണ് അബിൻ വർക്ക് വിശേഷിപ്പിച്ചത്. അബിന്റെ ഈ പരാമർശമാണ് ഇന്നിപ്പോൾ വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് സുജു ടി ബാബു തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ സുജു ടി ബാബുവിൽ നിന്നും അറിയാം. ഒരു വ്യക്തിക്കെതിരെയും നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജിന്റെ നവമാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾക്ക് കീഴിലാണ് അശ്ലീലവും വ്യക്തി അധിക്ഷേപവും നിറഞ്ഞ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ അത്യന്തം ഹീനവും അതിക്രൂരവുമായിട്ടുള്ള ആക്രമണമാണ് സൈബർ ഇടത്തിൽ നടക്കുന്നത്. അതിൽ സെക്ഷലി അബ്യൂസീവായിട്ടുള്ള വാക്കുകളും അതോടൊപ്പം അസഭ്യവും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് പോസ്റ്റുകൾക്ക് താഴെ ഉണ്ടാകുന്നത്. ഹീനമായ സൈബർ ആക്രമണത്തെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി വിശേഷിപ്പിക്കുന്നത് നാടകമെന്നാണ്. പക്ഷേ ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുന്നേ പറഞ്ഞ ഈ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ഓരോ നാടകങ്ങൾ മാത്രമാണ്. ഇത് നാടകം നമ്പർ 2 എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അബിന്റെ ഈ പരാമർശത്തിന് വീണ ജോർജ് മാന്യതയോടെയാണ് മറുപടി നൽകുന്നത്. സാധാരണ മറ്റു സ്ഥാനാർത്ഥികൾക്കെതിരെ ഞാനൊരു കാര്യവും പറയില്ല, ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വ്യക്തി അധിക്ഷേപവും ആക്ഷേപവും അത് തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ആക്രമണം വരുമ്പോൾ സാധാരണ നിലയിൽ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്കെതിരെ, ഒരു സ്ത്രീക്കെതിരെ, ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം, പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഫേസ് ചെയ്യുമ്പോൾ അതിൽ ആ നിലപാടല്ല സാധാരണ നിലയിൽ എടുക്കുന്നത്. സൈബർ ആക്രമണത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.